ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ വിശ്വാസികൾക്കും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം. നിനിവേ നോമ്പിൻ്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവവചനം ധ്യാനിച്ചാൽ ലഭിക്കുന്നവ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിനിവേക്കാർ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അവർക്ക് ഭാവിയിൽ സംഭവിക്കാവുന്നതായ ആ വലിയ ആപത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്തു. തർസീസിലേക്ക് ഓടിപ്പോയ യോനയെ തിരിച്ച് നിനിവിലേക്ക് കൊണ്ടുവന്നവനായ ദൈവം, അവനെതിരായി നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും നാം രക്ഷ പ്രാപിക്കുകയില്ല. എന്നാൽ നമുക്ക് മാനസാന്തരത്തിനുള്ള അവസരം അവൻ തരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് 3 രാവും 3 പകലും യോന ആ മത്സ്യത്തിൻ്റെ വായിൽ കഴിഞ്ഞത് എന്ന് നമുക്കെവർക്കും അറിയാം. അവൻ അവിടെ നിന്ന് ദൈവത്തോട് നിലവിളിച്ചു. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവനെ രക്ഷിച്ചതായി നാം ഇവിടെ കാണുന്നുണ്ട്. ഇന്നത്തെ ചിന്താവിഷയം ദൈവവചനം ധ്യാനിച്ചാൽ ലഭിക്കുന്നവ എന്തൊക്കെയാണ് എന്നതാണ്. നാം വിജയത്തിൽ സന്തോഷിക്കും, യാതൊരു സംശയവുമില്ല. നാം ചെയ്യുന്നവ അഭിവൃദ്ധി നേടും. മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവരായിരിക്കും. നാം സന്തോഷത്താൽ നിറയും. നമ്മുടെ വിജയം മറ്റുള്ളവർ കാണും. പാപത്തിന്മേൽ വിജയം വരിക്കും. ബുദ്ധിപൂർവം മറ്റുള്ളവരെ ഉപദേശിക്കും. നമ്മുടെ ജീവിതം ഒരു കപ്പലിന് തുല്യം സങ്കല്പിക്കുന്നുവെങ്കിൽ നങ്കൂരമിടാകുന്ന ഒരു തുറമുഖമാണ് ബൈബിൾ എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം വിജയത്തിൽ സന്തോഷിക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും എന്ന് ഈ വേദഭാഗം പറയുന്നു. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇത് നീങ്ങിപ്പോകാതിരുന്നു കഴിഞ്ഞാൽ നാം വിജയത്തിൽ സന്തോഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ചെയ്യുന്നവ അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ട് നാം എപ്പോഴും ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. 1-ാം സങ്കീർത്തനം 2-3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ വചനത്തെ മുറുകെ പിടിക്കണം എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവർ ആയിരിക്കും. ഇത് 3-ാമത്തെ പോയിന്റാണ്. 119-ാം സങ്കീർത്തനം 99, 100 എന്നിവ നമുക്ക് ഒന്ന് നോക്കാം. അതിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. 98-ൽ ഇപ്രകാരം പറയുന്നു: നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കൽ ഉണ്ട് എന്ന് പറയുന്നു. നാം ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ, വചനത്തെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവരായിരിക്കും എന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. നാം സന്തോഷത്താൽ നിറയും എന്നാണ് 4-ാമത്തെ പോയിന്റ്. അതിൽ ഇപ്രകാരം പറയുന്നു. 63-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങളിൽ പറയുന്നത്: എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഇവിടെ എടുത്തു പറയുന്നു.
മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ 5-ാമത്തെ പോയിന്റ്, നമ്മുടെ വിജയം മറ്റുള്ളവർ കാണും. 1 തീമോഥെയോസ് 4:15 വാക്യം നമ്മൾ നോക്കുമ്പോൾ, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് അത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോഥെയോസിനോട് പറയുന്നതാണിത്. ഇവിടെ 12-ാമത്തെ വാക്യം കൊണ്ട് നോക്കുമ്പോൾ, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളോട് നോക്കുമ്പോൾ നമുക്ക് അത് വളരെ ക്ലിയർ ആകും. പാപത്തിന്മേൽ വിജയം വരിക്കും. സങ്കീർത്തനം 119:9 പിന്നെ 11 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആകും. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഇതാണ് ഇവിടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഹരിക്കുന്നു എന്ന് സ്വയം ചിന്തിക്കുകയും വേണം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുത് എന്ന് 10-ാമത്തെ വാക്യത്തിൽ ഇത് എടുത്തു പറയുന്നതായി നമുക്ക് കാണാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ബുദ്ധിപൂർവം മറ്റുള്ളവരെ ഉപദേശിക്കും എന്നാണ് പറയുന്നത്. ബുദ്ധിപൂർവം മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് സദൃശ്യവാക്യം 22-ാം അധ്യായം 17, 18, 21 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആവും. ഇത് ജാതികളുടെ വചനങ്ങളെ ചെവിചായിച്ച് കേൾക്കുക, എൻ്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക. ഇവിടെ ഒരു കറക്ഷനുണ്ട്. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായിച്ച് കേൾക്കുക, എൻ്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കരുത്. അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അധരങ്ങളിൽ അവ ഒക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം. ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഇവിടെ എടുത്തു പറയുന്നു. ഇവിടെ നാം കണ്ടതായ 7 കാര്യങ്ങൾ ദൈവവചനം ധ്യാനിച്ചാൽ ലഭിക്കുന്നവയാണ്. ആയതിനാൽ നമുക്ക് വചനത്തെ ധ്യാനിക്കാം. വചനത്തെ അനുസരിക്കുന്നതിന് അവന് അനുഗ്രഹമുണ്ടാകും. ആയതിനാൽ ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പുതുപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, ഇതേവരെ ഞങ്ങളെ കാത്തിരിച്ചതിനായതിന് ഞങ്ങൾ സ്തുതിക്കുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും കർത്താവേ, നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ മഹാഭാവികളാവുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ വചനം ധ്യാനിച്ച് വിജയത്തിൽ സന്തോഷിക്കുവാൻ സംഗതിയാക്കണമേ. നിന്റെ വചനം ധ്യാനിച്ച് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിവൃദ്ധി നേടുവാൻ ഇടയാക്കണമേ. നിന്റെ വചനം ധ്യാനിച്ച് ബുദ്ധിയുള്ളവരായി തീരുവാൻ യോഗ്യത നൽകണമേ. നിന്റെ വചനം ധ്യാനിച്ച് സന്തോഷത്താൽ നിറയുവാൻ ഇടയാക്കണമേ. നിന്റെ വചനം ധ്യാനിച്ച് വിജയം കൈവരിക്കുവാൻ അർഹതയുള്ളവരാക്കണമേ. നിന്റെ വചനം ധ്യാനിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഇടയാക്കണമേ. നിന്റെ വചനം ധ്യാനിച്ച് മറ്റുള്ളവർക്ക് തക്ക സമയത്ത് ബുദ്ധി ഉപദേശിക്കുന്നതിനുള്ള കഴിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന ശിമ്യോന്റെയും ഹന്നായുടെയും പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും യോഗ്യതയുള്ളവരായി തീരണമേ. ആമീൻ. നാം ഈ 3 നോയമ്പിൻ്റെ 3-ാമത്തെ ദിവസമായ ഇന്ന് ആ നിനിവേക്കാർ ഉപവസിച്ചതുപോലെ നാം ഉപവസിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് യാചിക്കുന്നുവെങ്കിൽ, ഇന്നേ വരെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഇനിയും ഞാൻ ആവർത്തിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തോടുകൂടി മുമ്പോട്ട് ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സമർപ്പണം ചെയ്തുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുന്നുവെങ്കിൽ, ബാക്കിയുള്ള ജീവിതം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സന്തോഷപ്രദമായി ജീവിക്കുവാൻ ഇടയാകും എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.